ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഉണ്ടാക്കിയ ഇടിയപ്പത്തിൻ്റെ ബാക്കി വന്നെയാണ് ഈ 4 ഇടിയപ്പം. അപ്പം ഞാൻ വിചാരിച്ചൊരു കൊച്ചു ഇടിയപ്പം നൂഡിൽസ് ഉണ്ടാക്കാമെന്ന്. അതിനകത്ത് ഞാനൊരു ക്യാരറ്റും സവാളയും പച്ചമുളകും കുരുകുരാന്ന് എരിഞ്ഞു കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇടിയപ്പം വേണ്ട കൈ കൊണ്ട് ഇതേപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം ആവശ്യത്തിന് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരുപാട് കുക്കൊന്നും ആവണ്ട, ആ ഒരു ചെറിയൊരു കുക്കായ മതി വെജിറ്റബിൾസൊക്കെ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മസാലയും കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഇട്ട ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടിമണം മാറിയ ശേഷം കുറച്ച് മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇടിയപ്പം ഉണ്ടല്ലോ, അത് നമ്മളതിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പോ നെയ്യോ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ നെയ്യ് ആവശ്യമുണ്ടാകും, ഞാൻ കുറച്ച് നെയ്യ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് സോസ് ഉണ്ടെങ്കിൽ നമുക്ക് സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ സോസ് ഉണ്ടെന്ന് കരുതി ചെന്ന് നോക്കിയപ്പം സോസ് അറ്റത്തിച്ചിരിയേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഉള്ളത് തട്ടിക്കുടഞ്ഞ് ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ സോസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു കൊച്ചു പാത്രം എടുത്ത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മൂടി തുറന്ന് നോക്കാവേ. അപ്പോൾ നമ്മൾ മൂടി തുറന്നപ്പം ഇവിടെ സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടിയപ്പൻ നൂഡിൽസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് സോസും കൂടി ഉണ്ടായിരുന്നാൽ നല്ലതായിരുന്നു തോന്നി കേട്ടോ. അപ്പോൾ ഇത് കൊള്ളത്തില്ലെന്നല്ല, ഇത് നല്ലതാണ്. ഇച്ചിരി കൂടി സോസ് ഉണ്ടായിരുന്നു ഒന്നും കൂടി ബെറ്റർ ആയേനെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.